വിമോചന സമരകാലത്തെ ഓർമ്മിപ്പിച്ച് സർക്കാരിന് സംരക്ഷണം തീർക്കാൻ CPM രംഗത്തിറങ്ങുകയാണ്. മാസങ്ങൾക്ക് മുൻപ് വരെ അനുകൂല പ്രസ്താവനകളിലൂടെ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാനും ന്യൂനപക്ഷ ആഭിമുഖ്യത്തിനും ശ്രമിച്ചുവന്ന CPM ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ ആപത്താണെന്ന് ആവർത്തിച്ച് ലൈൻ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിലത്തെ ഈ സാഹചര്യത്തിൽ. മുൻപ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. എന്നാൽ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ CPM എത്തിച്ചേർന്നിരിക്കുന്നത്. ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നാണ് CPMന്റെ കുറ്റപ്പെടുത്തൽ. CPM അത്തരത്തിലാണ് വിലയിരുത്തുന്നത്. ന്യൂനപക്ഷ പ്രീണന നയം വിജയിച്ചില്ലെന്ന തിരിച്ചറിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം മേഖലയിലെ വോട്ട് നഷ്ടത്തിൽ നിന്ന് CPMന് ഉണ്ടായത്. എല്ലാ വേദികളിലും പൗരത്വ നിയമ പ്രശ്നം ഉന്നയിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പരമ്പരാഗതമായി കിട്ടിയിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിലും കുറവ് വരുത്തിയെന്ന വിമർശനം പാർട്ടിയിൽ ഉയർന്നു, പ്രത്യേകിച്ചും ഈഴവ വിഭാഗത്തിൽ നിന്ന്. മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെ മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെടുക്കുന്നതാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടന്നാക്രമണം കടുക്കുന്നതെന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ വിശദീകരണം. ഭൂരിപക്ഷ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുള്ള സന്ദേശമായും നയം മാറ്റത്തെ വിലയിരുത്താം. ചേരാത്ത കക്ഷികൾ ചേർന്ന് വിമോചന സമരത്തിന് സമാനമായ അന്തരീക്ഷമെന്ന വ്യാഖ്യാനം പൊതുസമൂഹത്തിൽ എത്ര വില പോകുമെന്ന സംശയമുണ്ടെങ്കിലും പാർട്ടി കേഡറുകളെ രംഗത്തിറക്കാൻ വൈകാരികമായ ഈ മുദ്രാവാക്യത്തിന് ആകുമെന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM അംഗീകരിച്ച നയരേഖയിൽ പറയുന്നത് എന്തൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ലീഗിന്റെ മേൽക്കൈ തകർക്കണം എന്നാണ്. മുസ്ലിം സമൂഹത്തിനകത്തെ ലീഗിന്റെ മേധാവിത്വം തകർക്കുകയെന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കുന്നതിന് പ്രധാനമാണ്. സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ലീഗ് എതിരാണെന്നും ന്യൂനപക്ഷ ധ്വംസകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിലപാടാണെന്നും തുറന്നു കാണിക്കണം എന്നതാണ്. രണ്ടാമതായി പറയുന്നത് അടിസ്ഥാന വർഗങ്ങളെ ജാതീയമായി അകറ്റുന്നു എന്നതാണ്. പാർട്ടിയുടെ ബഹുജന അടിത്തറയായ അടിസ്ഥാന വർഗങ്ങളെ ജാതീയമായി അകറ്റാനുള്ള പരിശ്രമം നടക്കുന്നു. സാമുദായിക അടിസ്ഥാനത്തിൽ യുവജന മഹിളാ സംഘടനകളും മറ്റ് വർഗ സംഘടനകളും ശക്തിപ്പെടുകയാണ്. മൂന്നാമതായി പറയുന്നത് BJPയുടെ ക്രൈസ്തവ ഇടപെടലുകൾ പ്രതിരോധിക്കണം എന്നതാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്താൻ സംഘപരിവാർ പരിശ്രമിക്കുകയാണ്. ഇത് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM അംഗീകരിച്ച നയരേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ പ്രീണനം വീണ്ടും ഒരു തിരിച്ചടി ആകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് CPM ഇപ്പോൾ നടത്തിവരുന്നത്.